നമ്മുടെ ജോസ് ചേട്ടന്റെ ജോസ് ഹോട്ടൽ കണ്ടിട്ടുണ്ടോ? ആകെ ഹൈടെക്കാണ്. നിറയെ ലൈറ്റുകൾ, എസികൾ, വലിയ ഓവനുകൾ. സംഗതി കളർഫുൾ ആണെങ്കിലും മാസാമാസം കറണ്ട് ബില്ല് വരുമ്പോ ജോസ് ചേട്ടന്റെ മുഖം മങ്ങും. പ്രശ്നം, കറണ്ട് ഉപയോഗിച്ചതിന്റെ കാശു പോട്ടെ, ഫിക്സഡ് ചാർജ് എന്ന പേരിൽ വലിയൊരു തുക വെറുതെ കൊടുക്കേണ്ടി വരുന്നു. സങ്കടം സഹിക്കാൻ വയ്യാതെ ജോസ് ചേട്ടൻ KSEB ഓഫീസിൽ പോയി പരാതി പറഞ്ഞു. സാറേ, എന്റെ കടയിൽ 22 കിലോവാട്ടിന്റെ മെഷീനുകൾ ഉണ്ടെന്നത് സത്യമാണ്. പക്ഷെ ഞാൻ ഈ എസിയും ഓവനും എല്ലാം കൂടി ഒരേ സമയം ഓൺ ചെയ്യാറില്ലല്ലോ. പിന്നെന്തിനാ എന്നോട് 22 കിലോവാട്ടിന്റെ വാടക വാങ്ങിക്കുന്നത്? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഓഫീസർ ജോസ് ചേട്ടന് ഒരു പുതിയ വഴി പറഞ്ഞുകൊടുത്തു. അതാണ് ODBT അല്ലെങ്കിൽ ഓപ്ഷണൽ ഡിമാൻഡ് ബേസ്ഡ് താരിഫ്. സാധാരണ രീതിയിൽ നമ്മുടെ കടയിൽ എത്ര മെഷീനുണ്ടോ അത്രയും പവറിന്റെ വാടക നമ്മൾ കൊടുക്കണം. അത് നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും. ഇതൊരു ടൂറിസ്റ്റ് ബസ് വാടകയ്ക്കെടുക്കുന്നത് പോലെയാണ്. 50 സീറ്റുള്ള ബസ്സിൽ 5 പേരേ ഉള്ളൂ എങ്കിലും നമ്മൾ 50 സീറ്റിന്റെയും വാടക കൊടുക്കണം. എന്നാൽ ODBT അങ്ങനെയല്ല. അതൊരു ഷെയർ ഓട്ടോ പോലെയാണ്. നമ്മൾ എത്ര സ്ഥലം ഉപയോഗിക്കുന്നോ അതിന്റെ കാശു മാത്രം കൊടുത്താൽ മതി. എങ്ങനെ ലാഭിക്കാം? ഓഫീസർ ജോസ് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, കടയിൽ 22 കിലോവാട്ട് മെഷീൻ ഉണ്ടെങ്കിലും ഒരേ സമയം 10 kVAയിൽ കൂടുതൽ ഉപയോഗിക്കില്ല എന്ന് ചേട്ടനൊരു കരാർ എഴുതുക. പഴയ രീതിയിൽ 22 കിലോവാട്ടിന് 4180 രൂപ ഫിക്സഡ് ചാർജ് വന്നിരുന്നെങ്കിൽ പുതിയ ODBT കരാർ പ്രകാരം 10 kVAയ്ക്ക് 2800 രൂപ കൊടുത്താൽ മതി. വെറുതെ ഒപ്പിട്ടപ്പോൾ ജോസ് ചേട്ടന് മാസലാഭം 1380 രൂപ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊരു കണ്ടീഷനുണ്ട്. ഇതൊരു ലക്ഷ്മണരേഖയാണ്. കരാർ വെച്ച 10 kVAയിൽ കൂടുതൽ കറണ്ട് എപ്പോഴെങ്കിലും ഒരേ സമയം എടുത്താൽ മീറ്റർ അത് കണ്ടുപിടിക്കും. അപ്പോൾ വലിയ പിഴ അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ ജോസ് ചേട്ടൻ ഹാപ്പിയാണ്. ഹോട്ടലിൽ ഓവൻ പ്രവർത്തിക്കുമ്പോൾ AC ഓഫ് ചെയ്യും. അങ്ങനെ ഡിമാൻഡ് കൂടാതെ നോക്കും. ബില്ലും കുറഞ്ഞു, ലാഭവും കൂടി. ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ KSEBയുടെ ഫിക്സഡ് ചാർജിൽ വലിയ ലാഭമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സൂത്രമാണ് ODBT.